ഇടയിൽ കാല് ശരിയായി തുടങ്ങി. ചെറുകെ നടക്കാമെന്നായി. അതിലുപരി ആ അമ്മയും മകളെയും അവൻ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. ചെറുതായി അവനെ നടക്കാൻ സഹായിച്ചത് നന്ദിനിയായിരുന്നു. അതോടൊപ്പം നന്ദിനിയുടെ അമ്മയുണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണവും. എപ്പോഴും വിഷാദം മാത്രം തളം കെട്ടിക്കിടക്കുന്ന അവരുടെ മുഖവുമൊക്കെ വൈശാഖന്റെ മനസ്സിൽ തന്നെ പതിഞ്ഞിരുന്നു. രാവിലെ ജീപ്പുമായി നന്ദിനി പോയിക്കഴിഞ്ഞാൽ വൈശാഖായിരിക്കും കൂടുതൽ സമയവും നന്ദിനിയുടെ അമ്മയ്ക്കൊപ്പം ഉണ്ടാകുക. ആ സമയങ്ങളിലൊക്കെ അവരുടെ വിഷാദം നിറഞ്ഞ മുഖം അവനിൽ വലിയ സങ്കടം നിറച്ചിരുന്നു. അവർക്കൊപ്പം അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് അവരെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ചുമൊക്കെ അവരുടെ മനസ്സിൽ ഒരു സന്തോഷം വൈശാഖൻ കൊണ്ടുവന്നിരുന്നു. പൂർണ്ണമായും കാല് ശരിയായതോടെ നന്ദിനിയോടും കുടുംബത്തോടും യാത്ര പറയണമെന്ന തീരുമാനത്തിൽ വൈശാഖൻ എത്തിയിരുന്നു. അത് അനിവാര്യമാണല്ലോ. മാഷി പോവാണല്ലേ? നന്ദിനി ചോദിച്ചു. പോവാണ്, പക്ഷെ വരും. തന്നെ അമ്മയെ ഞാൻ മറക്കില്ല. പിന്നെ തന്റെ കാശിന്റെ കാര്യമൊന്നും ഞാൻ മറക്കില്ല. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയ ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ബാങ്കിലെ കടങ്ങളൊക്കെ നമുക്ക് തീർക്കാം. വൈശാഖൻ പറഞ്ഞപ്പോ അവളൊരു ദീർഘനിശ്വാസം വിട്ടു. സത്യം പറഞ്ഞ ഞാൻ മാഷ് കാശ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ പോകുമ്പോൾ ഒരു വിഷമം. കാശൊന്നും തന്നില്ലേലും സാരമില്ല. എത്ര നാളായെന്നറിയോ എൻ്റെ അമ്മ ഇത്രയും സന്തോഷിച്ചിട്ട്, ഒന്ന് ചിരിച്ചിട്ട്? അതിൽ കൂടുതലായി എനിക്കൊന്നുമില്ല. മാഷ് ഞങ്ങളുടെ കുടുംബത്തിൽ ചെറുതെങ്കിലും കുറെ കാലം മനോഹരമാക്കി. ആ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ മാത്രം മതി എനിക്ക്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോലെ. താൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാനെന്ന് കരുതിയാൽ മതി. അല്ലാതെ ഞാൻ താൻ ചെയ്ത സഹായത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യുന്നതായി വിചാരിക്കേണ്ട. മാഷ്ക്കും ദേവികയ്ക്കും വേണ്ടി ഞാൻ പ്രത്യേകം വഴിപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ ദേവികയെ കൂടി കൊണ്ടുവരണം. കാണാലോ ഈ മാഷ്ടെ മനസ്സ് കവർന്ന ആ സുന്ദരി കുട്ടിയെ. തമാശയായി നന്ദിനി അത് പറഞ്ഞപ്പോഴും അവന്റെ ചൊടികൾ വിടർന്നു. കഴുത്തിൽ കിടന്നിരുന്ന തന്റെ മാലയൂരി അവളുടെ കൈകളിലേക്ക് അവൻ വെച്ചു കൊടുത്തപ്പോൾ കാര്യമറിയാതെ അവൾ അവനെ നോക്കി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ ചെന്ന് ഒരുപാട് സമയം എടുത്താലോ? ഇതൊരു 4 പവനുണ്ടാവും. കുറച്ചു കാശ് ബാങ്കിൽ അടയ്ക്കാൻ പറ്റും. അധികം മോശമല്ലാത്തൊരു സംഖ്യ കിട്ടുകയും ചെയ്യും. ഒരു 1,50,000 രൂപ എന്താണെങ്കിലും കിട്ടും. തൽക്കാലം താൻ അതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കണം. അത് കഴിഞ്ഞ് ഞാൻ വരുന്നത് വരെ കുറച്ച് സാവകാശം വാങ്ങണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ലോണൊക്കെ പൂർണ്ണമായും മാറ്റാം. മാല വേണ്ട മാഷേ. അവൻ നീട്ടിയ മാല വാങ്ങാതെ തന്നെയാണ് അവൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഒരിക്കലും പ്രത്യുപകാരം ചെയ്യുമല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇവിടെയാണ് താമസിച്ചത്. അത്രയും നല്ല ദിവസങ്ങൾ താൻ എനിക്ക് സമ്മാനിച്ചതിന് ഞാൻ തനിക്കൊരു സമ്മാനം നൽകുന്നു. അങ്ങനെ കരുതിയാൽ മതി. മാഷേ, അത് വേണ്ട. ഞാൻ തന്നെ ഇത് വിറ്റ് ബാങ്കിൽ കൊണ്ടടച്ചാൽ തനിക്കിപ്പോൾ പറഞ്ഞതുപോലെ മറ്റൊരു പേരാകും. ഞാൻ ആരാണ് ഇത് ചെയ്യാനെന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. വാങ്ങിയില്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. നിർബന്ധപൂർവ്വം അവളുടെ കൈകളിലേക്ക് അത് വെച്ച് കൊടുത്തിരുന്നു വൈശാഖ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വാങ്ങാതെ അവളുടെ മുൻപിൽ മറ്റ് നിർവാഹം ഒന്നും ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ ചിരിയോട് അവളോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി. അതിനുശേഷമായിരുന്നു വൈശാഖനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടിരുന്നത്. അവൾ തന്നെയായിരുന്നു. അവനെ ബസ് കയറ്റി വിട്ടിട്ടാണ് അവൾ തിരിച്ചു പോയത്. ബസ്സിലെ സീറ്റിലേക്ക് ഇരുന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോഴും വൈശാഖന്റെ മനസ്സിൽ ദേവികയുടെ മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഇതിനിടയിൽ 2 വട്ടം ദേവിയുടെ വീട്ടിൽ നിന്ന് ഗോപികയും രാഘവനും കൂടി റോയുടെ വീട്ടിലെത്തിയിരുന്നു. ഇപ്പോൾ സിസിലിയും ഗോപികയും നല്ല കൂട്ടാണ്. ഫോൺ വിളിക്കുമ്പോൾ കൂടുതൽ സമയവും സംസാരിക്കുന്നത് അവരിരുവരുമാണെന്ന് തോന്നാറുണ്ട്. അമ്മയ്ക്കും ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. സംസാരിക്കുന്നതൊക്കെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നാമ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും കുറയാത്ത പ്രണയം അവളിലേക്ക് പകർന്നു നൽകി റോയിയും ഒപ്പമുണ്ട്. മറ്റുള്ളവർക്ക് മുന്നിൽ ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുമ്പോഴും ആരുമില്ലാത്തപ്പോൾ അവൾക്ക് വേണ്ടി മാത്രമായി ആ ചെറിയ മുറിയിൽ പ്രണയത്തിന്റെ ഒരു വസന്തം തന്നെ തീർക്കാറുണ്ടവൻ. പലപ്പോഴും പുറത്തു വെച്ച് കാണുന്ന റോയിയും തൻ്റെ അരികിലുള്ള റോയിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് അവൾക്ക് തോന്നാറുണ്ട്. കുസൃതികൾ പറഞ്ഞ് തൻ്റെ ഒപ്പം ഇരിക്കുന്നവൻ, ഒരു ഗൗരവവുമില്ലാതെ പ്രിയപ്പെട്ടവനായി മാറിയവൻ. പക്ഷേ പുറത്തേക്കിറങ്ങിയാൽ എപ്പോഴും ഗൗരവക്കാരനാണ്. കിടക്കാൻ പോകുന്നതിന് മുൻപുള്ള കുറച്ച് സമയം അവൻ അവളെ നിർബന്ധിച്ച് കുറേ സമയങ്ങൾ ഇരുന്ന് പഠിപ്പിക്കും. ഇയർ ബുക്കും മറ്റും ദേവികയ്ക്ക് വാങ്ങി. PSC കോച്ചിങ് കുറച്ചുകൂടി ശ്രദ്ധേയമാക്കി റോയ്. ജീവിതം വളരെ സുന്ദരമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ദേവിക അറിഞ്ഞു തുടങ്ങി. ഇതിനിടയിൽ ചെറിയൊരു വളയും കമ്മലും ഒക്കെ ദേവികയ്ക്ക് വാങ്ങിക്കൊടുത്തിരുന്നു അവൻ. താൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയത് തൻ്റെ ഭാര്യ എണ്ണമെന്ന നിർബന്ധം അവനുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നിർത്തുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വന്തം നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ വൈശാഖൻ ഒരുപാട് ഓർമ്മകൾ കീഴ്പ്പെടുത്തിയിരുന്നു. അതിലേറ്റവും മുൻപിൽ ഉള്ള കാഴ്ച ദേവികയുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു. ആ നിമിഷം തൻ്റെ മുൻപിൽ നിന്നും അവൾ നഷ്ടമായ സമയം, ഒരു നൂലിഴ വ്യത്യാസത്തിൽ തനിക്ക് അവളെ നഷ്ടമായ നിമിഷം. എന്തിനായിരുന്നു ഈശ്വരന്മാർ തന്നോട് അങ്ങനെ ചെയ്തതെന്ന് അവൻ സ്വയം ചോദിച്ചു പോയിരുന്നു. അവളെ എനിക്ക് വിധിച്ചിട്ടില്ല എന്നായിരുന്നു അതിനർത്ഥം.
ഇല്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അവളെ തന്നിൽ നിന്നും ഈശ്വരൻ അകറ്റുമോ? അഥവാ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷമായിരുന്നു ഗൗതമൻ തന്നെ കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും സങ്കടമില്ലായിരുന്നു. പക്ഷെ ഒരു ഒപ്പിന്റെ ദൂരത്തിലാണ് തങ്ങൾ തമ്മിൽ അകന്നു പോയത്. ദേവിക പറഞ്ഞതുപോലെ തങ്ങൾ രണ്ട് സമാന്തര രേഖകളായിരുന്നോ എന്ന് പോലും ആ നിമിഷം വൈശാഖൻ ചിന്തിച്ചുപോയി. എത്ര അടുത്താലും അകന്നു പോകുന്ന രണ്ട് സമാന്തര രേഖകൾ. അങ്ങനെയായിരുന്നു ദേവിക തങ്ങളുടെ ബന്ധത്തെ വിശേഷിപ്പിച്ചിരുന്നത്. സമാന്തര രേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതുപോലെയാണ് തങ്ങളുടെ ജീവിതവുമെന്ന് അവൻ വിശ്വസിച്ചു. തന്നെ കാത്തിരിക്കുന്നത് എന്തോ അപകടമാണെന്ന് അവൻ്റെ മനസ്സപ്പോഴും മൊഴിയുന്നുണ്ടായിരുന്നു. ഇല്ല, ദേവിക തന്നെ കാത്തിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാനായിരുന്നു അവനിഷ്ടം. ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു വാക്കോ നോട്ടമോ തൻ്റെ നേർക്ക് അവളിൽ നിന്നും ഉണ്ടായാൽ അത് സഹിക്കുക തനിക്ക് സാധിക്കില്ലെന്ന് വൈശാഖ് ചിന്തിക്കുകയായിരുന്നു. എങ്കിലും തൻ്റെ അവസ്ഥ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ തരമില്ല. ഒരുപക്ഷെ അതൊരു കാരണമാക്കി അവൾ എടുക്കുകയും ചെയ്യാം. ചിന്തകൾക്ക് വിരാമമിട്ട് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറി വൈശാഖ്. സ്വന്തം വീടിന് മുൻപിൽ ആ ഓട്ടോ നിർത്തുമ്പോൾ വല്ലാത്ത ആകാംക്ഷയായിരുന്നു അവനെ വലയം ചെയ്തത്. അതിലുപരി ദേഷ്യവും. പതിവില്ലാതെ പടിക്കൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ വിശ്വനാഥൻ ഒന്ന് ശങ്കിച്ചിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടപ്പോൾ അയാളുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. വൈശാഖനെ കണ്ട് അയാൾ ഞെട്ടി. അവൻ്റെ സൗന്ദര്യം നഷ്ടമായതുപോലെ. താടി അടുമുഖത്ത്, മുടിയും വളർന്നിട്ടുണ്ട്. എങ്കിലും ആ കണ്ണുകളിൽ ഒരു ജ്വാലയുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അറിയാതെ ഒരു കുറ്റബോധം അയാളെ മൂടി. താനാണിതിന് പിന്നിലെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊരു ഭയം നിലനിന്നിരുന്നു. അപ്പോഴേക്കും ഉമ്മറത്തേക്ക് അരുന്ധതിയും ഇറങ്ങി വന്നിരുന്നു. മാസങ്ങൾക്ക് ശേഷം മകനെ കണ്ടപ്പോഴേക്കും ആ മാതൃഹൃദയം നിറഞ്ഞു. ഓടിച്ചെന്നവൻ്റെ അരികിലേക്ക് ചെന്നു. അവനെ ചേർത്ത് പിടിച്ചു. മോനെ, നീ എവിടെയായിരുന്നു? അവൻ്റെ വളർന്ന മുടിയിൽ തഴുകി അവർ അവനോട് ചോദിച്ചു. രൂക്ഷമായൊരു നോട്ടത്തോടെ അവൻ വിശ്വനാഥനെ നോക്കിയിരുന്നു. തലകുനിച്ച് നിൽക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ പണ്ടുകാലത്ത് അച്ഛനമ്മമാർ അവരെ പൂട്ടിയിടുമെന്ന് കേട്ടിട്ടുണ്ട്. അക്കാര്യം അച്ഛൻ പ്രാവർത്തികമാക്കി. അച്ഛൻ ഇഷ്ടമില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു. അച്ഛൻ്റെ കണ്ണിൽ അത് തെറ്റായിരുന്നു, എൻ്റെ കണ്ണിൽ ശരിയും. അപ്പോൾ അച്ഛൻ ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് എന്നെ പൂട്ടി. മറ്റെങ്ങുമല്ല, നമ്മുടെ മൂന്നാറിലെ പൊളിഞ്ഞ ആ വീട്ടിൽ. കൂട്ടിനൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു അമ്മയുടെ ആങ്ങളയുടെ മകൻ ഗൗതമൻ. രണ്ടുപേരും കൂടി സമർത്ഥമായി എന്നെ പറ്റിച്ചു. ആത്മാർത്ഥമായി ഇവരെയൊക്കെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി. അവൻ്റെ വാക്കുകൾക്ക് ഒരു ആഴമുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. മകൻ്റെ വാക്കുകൾക്ക് മുൻപിൽ തലകുനിക്കാൻ മാത്രമേ ആ നിമിഷം അയാൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. സംഭവിച്ചതൊക്കെ ചുരുക്കി അവൻ അരുന്ധതിയോട് പറഞ്ഞപ്പോൾ വാക്കുകളില്ലാതെ വിശ്വനാഥൻ നിന്നുപോയിരുന്നു. അരുന്ധതി കൂടി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അയാളെ നോക്കിയപ്പോൾ അയാൾ തളർന്നു പോയിരുന്നു. ഒന്നും സംസാരിക്കാതെ വൈശാഖൻ നേരെ അയാൾക്ക് അരികിലേക്ക് ചെന്നു. അതിനുശേഷം രൂക്ഷമായി അയാളെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾ എന്താണ് നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ ഞാൻ നടത്തും. നിങ്ങൾ ആരെയാണ് ഇവിടെ കയറരുതെന്ന് കരുതിയത് അവളെ കൊണ്ട് തന്നെ ഞാൻ മടങ്ങി വരും. അത് നിങ്ങളെ കണ്ടു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പിന്നെ നിങ്ങളും ഗൗതമും കൂടി ഇത്രയൊക്കെ ചെയ്തത് ഞാൻ ഗ്രീഷ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ? ഈ ജീവിതത്തിൽ ഞാൻ ആരെ വിവാഹം കഴിച്ചാലും എൻ്റെ താലി അവളുടെ കഴുത്തിൽ കയറില്ല. അങ്ങനെ അവൻ പറഞ്ഞപ്പോഴേക്കും വിശ്വനാഥൻ്റെ മുഖം താന്നിരുന്നു. ഇനിയുള്ള സത്യങ്ങൾ അവൻ നേരിട്ട് മനസ്സിലാക്കട്ടെ എന്നായിരുന്നു ആ മൗനത്തിനർത്ഥം. അതുകൂടി പറഞ്ഞാൽ ചിലപ്പോൾ മകൻ അടിച്ച അച്ഛനെന്ന പേര് കൂടി തനിക്ക് കിട്ടിയാലോ എന്ന് അയാൾ ഭയന്നു. വീടിനുള്ളിലേക്ക് പോയി തൻ്റെ പേഴ്സും കാർഡും എടുത്ത് കാറ്റുപോലെ അവൻ പുറത്തേക്ക് പോയി. ഓട്ടോറിക്ഷയിൽ കയറി അവൻ നേരെ ചെന്നത് രാഘവൻ്റെ വീട്ടിലേക്കാണ്. ഈ സമയത്ത് അയാൾ അവിടെ ഉണ്ടാവില്ലെന്ന് അറിയാമെങ്കിലും ദേവികയെ കണ്ട് ആദ്യം സംസാരിക്കുന്നതായിരിക്കും ശരിയെന്ന് തോന്നിയതുകൊണ്ട് അവൻ പടവുകൾ കയറിയിരുന്നു. ശരീരത്തിലൂടെ ഒരു വിറയൽ കയറുന്നത് വിശാഖ അറിഞ്ഞു. എന്താണ് അവളോട് പറയുന്നത്? സംഭവിച്ചതൊക്കെ പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ? അങ്ങനെ പലതരം ചോദ്യങ്ങൾ മനസ്സിൽ പിടിവല് നടത്തുന്നുണ്ടായിരുന്നു. മുൻവാതിൽ കൊട്ടി വിളിച്ചിട്ടും ആരും പുറത്തേക്ക് വരാത്തതിനാൽ അവൻ അവിടെ ആരുമില്ലെന്ന് തോന്നിയിരുന്നു. ഒരുപക്ഷെ ദേവിക മറ്റെന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഗോപിക ക്ലാസ്സിന് പോയിട്ടുണ്ടാവും. നേരെ രാഘവൻ്റെ കട ലക്ഷ്യമാക്കി നടന്നു. താൻ അറിയാൻ പോകുന്ന സത്യത്തെപ്പറ്റി അറിയാതെ അപ്പോഴും വൈശാഖിൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയായിരുന്നു. ഉച്ചസമയമായിരുന്നതിനാൽ നല്ല തിരക്കായിരുന്നു കടയിൽ. അതുകൊണ്ട് തന്നെ രാഘവൻ നല്ല ജോലിയിലായിരുന്നു. കുറച്ചു സമയം കടയുടെ പുറത്തു നിന്നെങ്കിലും വൈശാഖ് അകത്തേക്ക് കയറിയിരുന്നില്ല. കഴിക്കാനായി തിരക്ക് കഴിഞ്ഞപ്പോൾ രാഘവൻ പുറത്തേക്കിറങ്ങി. തന്നെ കാത്തു നിൽക്കുന്ന അതിഥിയെ കണ്ട് ഒരു നിമിഷമായി രാഘവൻ ഞെട്ടിപ്പോയിരുന്നു. അതേ നിമിഷം തന്നെ അയാൾക്ക് ദേഷ്യവും അമർഷവും ഒക്കെ തോന്നിയിരുന്നു. അയാളുടെ മുഖത്തെ മറ്റു ഭാവങ്ങൾ വിരിഞ്ഞപ്പോൾ തന്നെ വൈശാഖിൻ്റെ ആദ്യ പ്രതീക്ഷ കെട്ടു തുടങ്ങിയിരുന്നു. എങ്കിലും മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് രാഘവൻ നടന്നപ്പോഴും അവനെ കണ്ടിട്ടും കാണാത്ത പോലെ രാഘവൻ നടന്നു തുടങ്ങിയിരുന്നു. അച്ഛാ, അവൻ്റെ വിളിയിൽ അയാൾ നിന്നു പോയിരുന്നു. അല്ലെങ്കിലും ആദ്യമായി മുതലേ അവൻ്റെ ആ വിളിയിലാണ് താൻ വീണു പോയിട്ടുള്ളതെന്ന് അയാൾ ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് ദേവിക ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോഴും അച്ഛ എന്ന് വിളിച്ച് മുൻപിൽ അപേക്ഷിക്കുന്നവൻ്റെ മുഖമായിരുന്നു തൻ്റെ കൺമുന്നിൽ നിന്നത്.
അതുകൊണ്ടായിരുന്നു അവളെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചത്. മകളുടെ സുരക്ഷിതമായ ഭാവിക്കപ്പുറം നല്ലൊരു കൈകളിലായിരിക്കുന്നുവല്ലോ അവളെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസമാണ് അവൻ തകർത്തത് എന്ന് അയാൾ ഓർക്കുകയായിരുന്നു. എന്താ? ഗൗരവമായി, വളരെ പരുഷമായി തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാഘവൻ ചോദിച്ചു. അച്ഛൻ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ? അതിന് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ജീവിതം തന്നെ വേണമല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം തട്ടിക്കളിക്കുന്നത്? ഇങ്ങനെ പറയുന്നത് സങ്കടമാണ് അച്ഛ. സംഭവിച്ചത് എന്താണെന്ന് പറയാനുള്ള ഒരു അവസരം അച്ഛൻ എനിക്ക് നൽകണം. രാഘവന്റെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നിസ്സഹായത ആദ്യം കണ്ട നിമിഷം മുതൽ കണ്ടിട്ടുള്ള ആത്മാർത്ഥത തന്നെയാണെന്ന് രാഘവന് തോന്നിയിരുന്നുവെങ്കിലും രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു പരിഹാസവാർത്ത മാത്രമായി നിന്ന ഒരുവളുടെ മുഖം അയാളുടെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. കരയാൻ പോലും ശേഷിയില്ലാതെ നിന്ന തന്റെ മകളുടെ മുഖം ആ അച്ഛന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് അച്ഛനൊന്ന് കേൾക്കണം. വീണ്ടും അപേക്ഷ നിറച്ച വൈശാഖിന്റെ സ്വരമെത്തി. അവനെ കേൾക്കാനെന്ന വണ്ണം അവന്റെ മുഖത്തേക്ക് രാഘവൻ നോക്കിയിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി വാക്കുകളിൽ വിശദീകരിച്ചു തന്നെ അവൻ പറഞ്ഞു. ഒരു നിമിഷം അയാളും അവന്റെ അവസ്ഥയിൽ സഹതാപം തോന്നി. എനിക്കറിയാം, അച്ഛനും ദേവികയ്ക്കും ഒക്കെ എന്നോട് ദേഷ്യമായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും കണ്ട് മാപ്പ് പറയാനുള്ള അർഹത പോലും എനിക്കില്ല. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൽ ജീവനുള്ള കാലം വരെ ദേവികയെ ഉപേക്ഷിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനെ ക്ഷണികമായ ഇഷ്ടമായിരുന്നു എനിക്ക് ദേവികയോടുണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും ഞാനിതിനു വേണ്ടി പുറപ്പെടുമായിരുന്നില്ല. എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ദേവികയെ കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കണമെന്ന സ്വപ്നം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലേ അച്ഛന്? ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി അച്ഛൻ ദേവുവിനോട് സംസാരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അവൻ്റെ ആ സംസാരത്തിൽ രാഘവൻ നടുങ്ങിപ്പോയിരുന്നു. അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ആ വാക്കുകൾ കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായി. വീണ്ടും ദേവിക്കൊപ്പം ഒരു ജീവിതമാണ് അവൻ ആഗ്രഹിക്കുന്നത്. കുറ്റങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവളോടൊപ്പം ജീവിതം ആരംഭിക്കാനുള്ള രണ്ടാം വരവാണിത്. എങ്ങനെയാണ് അവനോട് താനെല്ലാം തുറന്നു പറയുന്നതെന്ന് അറിയാതെ അയാൾ ഉഴറുന്നുണ്ടായിരുന്നു. വീണ്ടും അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പ്രതീക്ഷയോട് നിൽക്കുകയാണ് വൈശാഖ്. ഞാൻ വീട്ടിൽ പോയിരുന്നു. ദേവുവിനെ കണ്ടില്ല. എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ തുടങ്ങിയോ? ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കില്ല. പ്രതീക്ഷയോടെയുള്ള ചോദ്യം. എന്ത് മറുപടി പറയണമെന്ന് രാഘവനും അറിയില്ലായിരുന്നു. അത് മോൻ, ഇനി അവളെ മനസ്സിൽ വിചാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവളെ മറന്നേക്കൂ. അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞപ്പോൾ ഒരു വിസ്ഫോടനം തന്നെ അവന്റെ മനസ്സിൽ സംഭവിച്ചിരുന്നു. അച്ഛനെന്താ ഈ പറയുന്നത്? എന്നോട് ദേഷ്യമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊന്ന് തുറന്നു പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചാൽ തീരാവുന്നതിൽ കൂടുതൽ പരിഭവം ഉണ്ടാകുമോ? വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നറിയാം. എങ്കിലും എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ സംഭവിച്ച ഒരു തെറ്റ്. അതിനെന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അതിന് അച്ഛനിങ്ങനെ കടുത്ത വാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. മോനെ, ദേവികയുടെ വിവാഹം കഴിഞ്ഞു. അവൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയോ നോക്കിയായിരുന്നു അയാളത് പറഞ്ഞത്. അവൻ്റെ മുഖഭാവങ്ങൾ എന്തായിരിക്കുമെന്ന് അയാൾക്ക് ഊഹിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു നിമിഷം വല്ലാത്തൊരു പ്രഹരമേറ്റതുപോലെയായിരുന്നു വൈശാഖന് തോന്നിയത്. അവനത് വിശ്വസിക്കുവാൻ വല്ലാത്ത പ്രയാസം തോന്നി. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. എന്നോട് ദേവിക്ക് പരിഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കള്ളം അച്ഛൻ എന്നോട് പറയരുത്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു കള്ളം പറയാമായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിരുന്നുവെങ്കിലും വെറുതെ ആത്മവിശ്വാസത്തെ കൂട്ടുപിടിക്കാൻ ഒരു പാഴ്ശ്രമം വൈശാഖ് നടത്തിയിരുന്നു. അതവൻ്റെ ഇടറിയ വാക്കുകളിൽ നിന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. അല്ല മോനെ, എന്തിനാണ് ഇങ്ങനെയൊരു കള്ളം നിന്നോട് പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി രാഘവനും പറഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലാം കേട്ട നിമിഷം തന്നെ അറിയാതെ അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി തെളിയുന്നത് രാഘവൻ അറിഞ്ഞിരുന്നു. താൻ കേട്ടതൊന്നും സത്യമാകരുതെന്ന് ഉള്ളുരുകി അവൻ പ്രാർത്ഥിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.